വടകര മാക്കൂർ പീടികയിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പുതിയാപ്പ് JB സ്കൂളിൽ 200-ലധികം പേരാണ് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തുനിൽക്കുന്നത്. മിഥില ബാലൻ ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥില, പോളിംഗ് കഴിഞ്ഞു, ഏതാണ്ട് 3 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ കാത്തു നിൽക്കുകയാണോ? എന്താണ് നിലവിൽ അവിടുത്തെ സ്ഥിതി? അവർക്ക് പ്രതിഷേധമുണ്ടോ? ഗോപീഷൻ, തീർച്ചയായും ഏറെ സമയമായി ഇവർ ക്യൂവിൽ നിൽക്കുകയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകളാണ് ഇവിടെ കൂടുതലായി എത്തിയിട്ടുള്ളത്. ഇവരുടെ ഒരു വലിയൊരു നിര തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇവിടെ എത്തി കാത്തു നിൽക്കുന്ന ആളുകൾ വരെയുണ്ട്. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടപടികൾ മന്ദഗതിയിലാണ് എന്ന ഒരു പരാതി UDF ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ അത് കളക്ടർ ഉൾപ്പെടെയുള്ളവരോട് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വേഗത്തിൽ ഉള്ള ഒരു പോളിംഗിലേക്ക് കടന്ന്. നമുക്കറിയാം, ഏറെ നേരം കാത്തു നിന്ന് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2 മണി മുതൽ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം, ഇവരുടെ എത്ര മണി മുതൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്? 3 മണിക്ക് വന്നിട്ടുണ്ട്. അതെ 3 മണി മുതൽ. ടോക്കൺ തന്നാണോ? പിന്നെ ടോക്കൺ തന്നാ. വന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ? തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴല്ലേ കുറച്ച് നീങ്ങി തുടങ്ങിയത് തന്നെ. 6:00 ടോക്കൺ തന്നു. ഇതാണ് പറയുന്നത്. 3 മണി മുതൽ 2 മണി മുതൽ 3 മണി മുതൽ ഒക്കെ വന്ന് ഇവിടെ കാത്തിരിക്കുന്ന ആളുകളാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. നിലവിലെ ഒരു അപ്ഡേഷൻ എന്നത് വടകരയിൽ 73.92% പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ വടകര നിയമസഭാ മണ്ഡലത്തിൽ 74.53, കുറ്റ്യാടി 70.35, നാദാപുരം 71.80, കൊയിലാണ്ടി 73.44, പേരാമ്പ്ര 75.46, തലശ്ശേരി 75.80, കൂത്തുപറമ്പ് 75.29. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് കുറച്ചധികം പേർ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ, അതായത് ഏറെ നേരം കാത്തിരുന്നിട്ടും വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ തിരിച്ചു പോയ ഒരു സാഹചര്യമുണ്ട്. ടോക്കൺ കിട്ടിയ ആളുകൾ പോലും കാത്തു നിൽക്കാൻ കഴിയാതെ തിരിച്ചു പോയ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ടോക്കൺ കിട്ടിയിട്ട് പിന്നീട് കാത്തു നിൽക്കാൻ കഴിയാതെ വോട്ട് ചെയ്യാതെ തിരികെ പോയ ആളുകളുടെ എണ്ണം കൂടിയുണ്ട്. വോട്ടർമാർക്ക് ആ കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. വളരെ വൈകിട്ടും അവിടെ നീണ്ട നിര കാണുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു.